നമസ്കാരം. BJPയുടെ ദേശീയ വർക്കിംഗ് പ്രസിഡൻ്റായിട്ട് ബീഹാർ സ്വദേശിയായിട്ടുള്ള നിതിൻ നവീൻ സിൻഹ എന്ന കേവലം 45 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ചെറുപ്പക്കാരൻ നിയമിതനാവുകയാണ്. നിതിൻ നവീൻ സിൻഹ എന്ന 45 വയസ്സുള്ള ചെറുപ്പക്കാരൻ നിലവിൽ നിതീഷ് കുമാർ മന്ത്രിസഭയിലെ മന്ത്രി കൂടിയാണ്. അദ്ദേഹത്തെ BJPയുടെ ദേശീയ വർക്കിംഗ് പ്രസിഡന്റ് ആയി ചുമതലയേറ്റിരിക്കുകയാണ്. BJP എല്ലാ കാലത്തും അപ്രതീക്ഷിതമായ തീരുമാനങ്ങൾ എടുത്തിട്ടുള്ള പാർട്ടിയാണ്. അത്തരത്തിൽ തീർത്തും അപ്രതീക്ഷിതമായ ഒരു പേരായിരുന്നു നിതിൻ നവീൻ സിൻഹയുടേത് എന്ന് പറയേണ്ടി വരും. മുൻപ് ഒരു ചാനൽ ചർച്ചയിലോ ഒരു മാധ്യമങ്ങളോ ഇദ്ദേഹത്തിൻ്റെ ഒരു സാധ്യതയെപ്പറ്റി, ഇദ്ദേഹത്തെ വർക്കിംഗ് പ്രസിഡൻ്റ് ആക്കുന്നതിനെപ്പറ്റി ഒന്നും ചർച്ച ചെയ്തതായിട്ട് കണ്ടില്ല. അത്തരത്തിൽ അപ്രതീക്ഷിതമായിരുന്നു. കേവലം 45 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ചെറുപ്പക്കാരനെ BJP ഒരു ദേശീയ പാർട്ടിയുടെ, അതുപോലെ ഇന്ത്യയിലെ തന്നെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിൽ ഭരണവും കേന്ദ്രത്തിൽ ഭരണവും കൈയാളുന്ന ഒരു വലിയ രാഷ്ട്രീയ പാർട്ടിയുടെ ദേശീയ വർക്കിംഗ് പ്രസിഡന്റ് ആക്കുക എന്നത് തന്നെ അവർ ആ ഒരു പാർട്ടി യുവാക്കൾക്കും യുവജനങ്ങൾക്കും അതുപോലെ ഉള്ള ചെറുപ്പക്കാർക്ക് നൽകുന്ന ഒരു വലിയ ഒരു അംഗീകാരമായിട്ട് തന്നെ വേണം കരുതാൻ. കാരണം ഈ 45 വയസ്സിൽ ഒരു പാർട്ടിയുടെ ദേശീയ വർക്കിംഗ് പ്രസിഡൻ്റ് ആയിരുന്ന ഒരു ചെറുപ്പക്കാരൻ ഇത് മറ്റൊരു പാർട്ടിയിൽ മുൻപ് കണ്ടിട്ടില്ല. തലമുതിർന്ന ഒരുപാട് നേതാക്കന്മാരുള്ള പാർട്ടിയാണ് BJP. എന്നിട്ടും ഇദ്ദേഹത്തെ പോലെ മറ്റ് ചാനലുകളോ ഒന്നും ഈ ഒരു പേര് മുന്നോട്ട് വെക്കാത്ത ഒരു സാഹചര്യത്തിൽ ഇദ്ദേഹത്തെ ഇത് ഏൽപ്പിക്കുക എന്നാൽ അത് ചിലപ്പോൾ BJPക്ക് മാത്രമേ അത് സാധിക്കൂ എന്ന് പറയേണ്ടി വരും. മുൻപ് ഇങ്ങനെയൊന്നും കണ്ടിട്ടില്ല. ഇത്രയും ഒരു ചെറുപ്പക്കാരനായിട്ടുള്ള ഒരു വ്യക്തി മുൻപൊരു ദേശീയ പാർട്ടിയുടെ പ്രസിഡൻറ്റോ അല്ലെങ്കിൽ വർക്കിംഗ് പ്രസിഡൻറ്റോ ഒക്കെ ആവുക എന്നത് ഞാനിതുവരെ കേട്ടിട്ടില്ല. അത്തരത്തിൽ ഒരു യുവാക്കൾക്കും യുവജനങ്ങൾക്കുമൊക്കെ നൽകുന്ന ഒരു പരിഗണനയുടെയും കൂടി ഭാഗമാണ് ഇദ്ദേഹത്തെ നിയമിച്ചതെന്ന് പറയേണ്ടി വരും. BJPയെ പോലെ ഒരു കേഡർ സംഘടനാ സംവിധാനമുള്ള ഒരു പാർട്ടിക്ക് ഇത് സാധിക്കും. കാരണം അവരുടെ സംഘടനാ സംവിധാനം അത്രയ്ക്ക് സുശക്തമാണ്. നിലവിൽ ഇദ്ദേഹം ബീഹാറിലെ നിതീഷ് കുമാർ മന്ത്രിസഭയിലെ മന്ത്രിയാണ്. സാധാരണ ഒരു ദേശീയ പാർട്ടിയുടെ പ്രസിഡൻ്റോ ഒക്കെ നിയമിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ സ്ഥാനം ഒഴിയുന്ന സമയത്ത് ചാനലുകൾ വലിയ തോതിൽ ചർച്ചകൾ സംഘടിപ്പിക്കും. പലരുടെയും പേരുകൾ മുന്നോട്ട് വെക്കും. സാധ്യതയുള്ളവരുടെ പേരുകളൊക്കെ പറയും. ഇദ്ദേഹത്തെ പരിഗണിക്കുന്നു എന്ന്, അല്ലെങ്കിൽ ഇദ്ദേഹത്തെ പ്രസിഡൻ്റ് ആക്കും, അല്ലെങ്കിൽ വൈസ് പ്രസിഡൻ്റ് ആക്കും, അല്ലെങ്കിൽ ചുമതലയിലേക്ക് കൊണ്ടുവരും, അങ്ങനെ ഒന്നും ഒരു ചാനലുകൾക്കും ഇതുവരെ അങ്ങനെ ഒരു റിപ്പോർട്ട് വന്നിട്ടില്ല. തീർത്തും അപ്രതീക്ഷിതമെന്ന് തന്നെ പറയേണ്ടി വരും. നമ്മളൊക്കെ ഈ ദേശീയ രാഷ്ട്രീയമൊക്കെ സ്ഥിരമായിട്ട് വീക്ഷിക്കുന്നവരാണ്. ഞാൻ മുൻപ് ഇദ്ദേഹത്തെ എനിക്ക് പരിചയമില്ല. അത്തരത്തിൽ തീർത്തും അപ്രതീക്ഷിതമെന്ന് തന്നെ പറയേണ്ടി വരും. എന്നിരുന്നാലും BJPയെ പോലെ ഒരു പാർട്ടിക്ക് ഇത് സാധിക്കും. BJP മുൻപും ഇത്തരത്തിൽ അപ്രതീക്ഷിതമായിട്ട് പല പ്രഖ്യാപനങ്ങളും നടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ നരേന്ദ്രമോദി സർക്കാരും പലപ്പോഴും എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അപ്രതീക്ഷിതമായി പല പേരുകളും പല സ്ഥാനത്തേക്കും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ പലരുടെയും പേര് പറഞ്ഞു കേട്ടു. എന്നിട്ടും നമ്മളെല്ലാം അത്ഭുതത്തോടെ അല്ലെങ്കിൽ അപ്രതീക്ഷിതമായിട്ടാണ് CP രാധാകൃഷ്ണൻ എന്ന ബഹുമാനപ്പെട്ട ഉപരാഷ്ട്രപതി ആ പേര് അവർ പ്രഖ്യാപിക്കുന്നത്. തീർത്തും അപ്രതീക്ഷിതമാണ്. ആ സമയത്ത് നമ്മുടെ കേരളത്തിലെ ഗവർണറായിരുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ്റെ പേര് വരെ പറഞ്ഞു കേട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ അതൊന്നുമല്ല, അവർ അപ്രതീക്ഷിതമായി എല്ലാ കാര്യങ്ങളും ചെയ്യാൻ കഴിവുള്ള, അല്ലെങ്കിൽ ചാനലുകളൊന്നും കണ്ടെത്താൻ, ചാനലുകൾക്കൊന്നും കണ്ടെത്താൻ പോലും സാധിക്കാത്ത തരത്തിലുള്ള അപ്രതീക്ഷിതമായിട്ടുള്ള തീരുമാനം എല്ലാ കാലത്തും മുന്നോട്ട് വെക്കാൻ BJPക്ക് സാധിച്ചിട്ടുണ്ട്. ഇദ്ദേഹത്തെ പോലെ ഒരു ചെറുപ്പക്കാരനെ എന്തുകൊണ്ടും ഒരു ദേശീയ വർക്കിംഗ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നത് BJPയെ പോലെ ഉള്ള ഒരു ദേശീയ പാർട്ടിക്ക് എന്തുകൊണ്ടും ഒരു മുതൽക്കൂട്ടാണ്. കാരണം യുവാക്കളും യുവജനങ്ങളുമായിട്ടുള്ളവരെ ഒരു പാർട്ടിയുടെ ദേശീയ
ചുമതലയിലേക്ക്, അവരില്ലെങ്കിൽ അവരെ ആ പാർട്ടിയിലേക്ക് അടുപ്പിക്കുന്നതിന് ഇദ്ദേഹത്തിന് കൊടുക്കുന്ന ഈ ചുമതല അതൊരു ഗുണകരമാവുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അത്തരത്തിൽ യുവാക്കൾക്ക് നൽകുന്നൊരു പരിഗണനയുടെയും കൂടെ ഭാഗമായിട്ട് തന്നെ ഇത് കരുതേണ്ടി വരും. ഇദ്ദേഹത്തിൻ്റെ സ്ഥാനമാനം എന്തുകൊണ്ടും നല്ലത് തന്നെയാണ്. അത്തരത്തിൽ BJP എല്ലാവരെയും എല്ലാ കാലത്തും അത്ഭുതപ്പെടുത്തിയ പോലെ ഈ ഒരു പ്രഖ്യാപനത്തിലും BJPയുടെ ദേശീയ വർക്കിംഗ് പ്രസിഡൻ്റായിട്ട് ഇദ്ദേഹത്തെ പ്രഖ്യാപിക്കുന്നതിലും ആ ഒരു അപ്രതീക്ഷിതമായിട്ടുള്ള തീരുമാനം ഉണ്ടായി എന്നത് കാണേണ്ടത് തന്നെയാണ്. ഇദ്ദേഹത്തെ പോലെയുള്ള ചെറുപ്പക്കാർക്ക് ഇനിയും പാർട്ടിയിലേക്ക് കൂടുതൽ ചുമതലകൾ കിട്ടട്ടെ. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും നന്ദി.